പരമാവധി ഒരു മുസ്ലിം മരണപ്പെട്ടാൽ മറ്റുള്ളവരൊക്കെ അറിയിക്കുക എന്നുള്ളത് ശ്രദ്ധിക്കേണ്ട ഒരു സംഗതിയാണ്. അഫല ആദൻതുമൂനി, നിങ്ങൾ എന്തേ അറിയിക്കാതിരുന്നത് എന്ന് മുഹമ്മദ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ചോദിച്ചിട്ടുണ്ട്. മരിച്ചാൽ അറിയിക്കണ്ടേ, നിങ്ങൾ എന്തേ അറിയിക്കാതിരുന്നത്? അതുകൊണ്ട് നമ്മുടെ കിതാബുകളിൽ പറഞ്ഞത് കാണാം, യുസന്നുൽ ഇഅ്ലാമു ബിമൗതിഹി, ഒരാൾ മരിച്ചാൽ ആ വിവരം കഴിയുന്നത്ര മറ്റുള്ളവരെ അറിയിക്കൽ സുന്നത്താണ്. മരിച്ചിടത്ത് വരാൻ പറ്റുമല്ലോ, വന്ന് മയ്യത്ത് സ്കാരത്തിലും ഖബറടക്ക ചടങ്ങുകളിലും പങ്കെടുക്കും. ഇല്ലെങ്കിൽ ഒരു ദുആയെങ്കിലും കിട്ടിയാലോ. അപ്പോൾ മറ്റു മുഅ്മിനീങ്ങളുടെ ദുആ ലഭിക്കുക, ധാരാളം മുഅ്മിനീങ്ങളുടെ മയ്യത്ത് സ്കാരം ലഭിക്കുക എന്നതൊക്കെ വലിയൊരു ഭാഗ്യമുള്ള സംഗതിയാണ്, വലിയ ഉപകാരമുള്ള സംഗതിയാണ്. മയ്യത്ത് സ്കാരത്തിലൊക്കെ ഒരുപാട് ആളുകൾ പങ്കെടുത്ത്, ഒരുപാട് മുഅ്മിനീങ്ങൾ പങ്കെടുത്താൽ അത്രയും വലിയ ഫലം അതുകൊണ്ട് ലഭിക്കും. മാമിൻ മയ്യത്തിൻ തുസല്ലി അലൈഹി ഉമ്മത്തു മിനൽ മുസ്ലിമീന തബ്ലുഗൂന മിഹാ കുല്ലുഹും യശ്ഫഊന ലഹു ഇല്ലാ ശുഫിഉ ഫീ. 100 മുഅ്മിനീങ്ങൾ ഒരു വ്യക്തിക്ക് വേണ്ടി, ഒരു മുസ്ലിമിന് വേണ്ടി മയ്യത്ത് സ്കരിച്ചാൽ അവരൊക്കെ ആ മയ്യത്തിന് വേണ്ടി ശുപാർശ ചെയ്യുകയാണ് റബ്ബിനോട്. പടച്ചോനെ മയ്യത്തിന് പുറത്തു കൊടുക്കണേ, റഹ്മത്ത് ചെയ്യണേ എന്ന് റബ്ബിനോട് ആവശ്യപ്പെടുകയാണ്. ഇല്ലാ ശുഫിഉ ഫീ, അവരെ ശുപാർശ അല്ലാഹ് സ്വീകരിക്കാതിരിക്കുകയില്ല, സ്വീകരിക്കാൻ കൂടുതൽ സാധ്യതയുണ്ടെന്ന് മുഹമ്മദ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ മയ്യത്ത് സ്കാരത്തിൽ കൂടുതൽ ആളുകൾ പങ്കെടുക്കുക, മുഅ്മിനീങ്ങളുടെ ദുആ ലഭിക്കുക എന്നുള്ളത് വളരെ ശ്രദ്ധിക്കേണ്ട ഒരു സംഗതിയാണ്. അതുകൊണ്ട് മരണവിവരം മറ്റുള്ളവരെ അറിയിക്കുക.